കൊച്ചിയിലെ വെല്ലിംഗ്ടൺ ഐലൻഡിൽ ആരംഭിച്ച കേരള ട്രാവൽ മാർട്ട് പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്നു. കാൽനൂറ്റാണ്ട് പിന്നിട്ട KTMന്റെ 12ാം പതിപ്പിനാണ് കൊച്ചി ആതിഥ്യം വഹിക്കുന്നത്. ലോകം കൊച്ചിയിലേക്ക് ഒതുങ്ങിയ പ്രതീതിയാണ് കേരള ട്രാവൽ മാർട്ടിൽ പ്രകടമാകുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഈ മേളയിൽ പങ്കാളികളാണ്. 3000-ലധികം പേരാണ് ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ബെയർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത്. ഇതിൽ ആഭ്യന്തര ബെയർ രജിസ്ട്രേഷൻ 800ഓളം കടന്നിരുന്നു ഇത്തവണ. 2018-ലെ KTMലാണ് ഇതിനു മുമ്പ് ഏറ്റവും അധികം ബെയർ രജിസ്ട്രേഷൻ രേഖപ്പെടുത്തിയത്. അന്ന് വിദേശ ആഭ്യന്തര ബെയറർമാർ 1305 ആയിരുന്നു. ഇത്തവണ ബെയർ രജിസ്ട്രേഷൻ 2 ഇരട്ടിയിലധികം കൂടി. 2022-ലെ 11ാമത് KTMൽ 55,000-ലധികം വാണിജ്യ കൂടിക്കാഴ്ചകളാണ് ഉണ്ടായത്. ഇത്തവണ വാണിജ്യ കൂടിക്കാഴ്ചകളിലും വർധനവുണ്ടാകും. നാടിന്റെ വികസനത്തിന് ക്രിയാത്മകമായ പങ്കുവഹിക്കാൻ സഹായകമായ പുതിയ നിർദ്ദേശങ്ങൾ KTMന്റെ 12ാം പതിപ്പിൽ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 85ഓളം രാജ്യങ്ങളിൽ നിന്നും ഉള്ള ഇന്റർനാഷണൽ ബയേഴ്സ് ഇവിടെ വരുന്നുണ്ട്. ഇത് ഇത്രയും വരുന്ന ആളുകളുടെ ബിസിനസ് തന്നെ കേരളത്തിന് വലിയൊരു നേട്ടമുണ്ടാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇപ്രാവശ്യത്തെ മൈസ് ടൂറിസം, വെഡിങ് പ്ലാനേഴ്സ്, ആ തലത്തിൽ നിന്നുള്ള ഒരുപാട് പേര് വരുന്നുണ്ട്. സോ ദിസ് KTM ഈസ് ഗോയിങ് ടു ബി വൺ ഓഫ് ദ ബെസ്റ്റ്. ഞങ്ങളുടെ 25ാമത്തെ കൊല്ലമാണ് KTM. ഇത് 12ാമത്തെ എഡീഷനാണ്. ഈ KTM കൊണ്ട് കേരള ടൂറിസത്തിനും നമ്മുടെ ഗവൺമെൻറ്റിനും സാമ്പത്തികം നേട്ടമുണ്ടാകും. വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ എന്ന നിലയിൽ സംസ്ഥാനത്തിന് KTMൽ കൂടുതൽ പ്രാധാന്യമുണ്ടാകും. വ്യത്യസ്ത അഭിരുചികളുള്ള ടൂറിസ്റ്റുകൾക്ക് ഇണങ്ങും വിധം വിവിധ ടൂർ ക്രമീകരണങ്ങളും ഇത്തവണ KTMന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ടുള്ള സംവാദങ്ങളും കേരള ട്രാവൽ മാർട്ടിനെ അർത്ഥവത്താക്കുന്നു. കേരള വിനോദസഞ്ചാര മേഖലയുടെ വൻ കുതിച്ചുചാട്ടത്തിന് കേരള ട്രാവൽ മാർട്ട് വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. KTMൽ നിന്ന് ജോസഫ് പനച്ചിക്കലിനൊപ്പം രശ്മി ജയദാസ്.